ഹായ് ഗൈസ്, എൻ്റെ പേര് അർച്ചന. ഞാനിപ്പോൾ എൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇരിക്കുന്നത് എൻ്റെ ഹോസ്റ്റൽ റൂമിലാണ്. എന്നാലും ഞാനിപ്പോൾ രാജസ്ഥാൻ വരെ ഒന്ന് പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെൻറ്റ് തീരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു വീഡിയോ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാൻ അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയിരുന്നു. എന്താ പറയുന്നത്, സുവനീസ് എന്നല്ലേ അത്. കുറേ 3 സ്ഥലത്തായിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ എല്ലായിടത്തു നിന്നും ഞാൻ എന്തൊക്കെയോ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഷോപ്പിംഗ് എന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന്. കാരണം എന്നോട് കുറേ പേര് ചോദിച്ചു എങ്ങനെ അവിടെ പ്രൈസ് എങ്ങനെയാണ്, റേറ്റ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ എടുത്താലെന്താ എന്ന് ആലോചിച്ചു. സോ ഞാനതപ്പോൾ വീഡിയോ എടുത്ത് തന്നെ എടുക്കാനൊക്കെ കരുതി. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പൊക്കിക്കാണിക്കാം. ഞങ്ങൾക്ക് ഇത്രയും ആദ്യം ഞങ്ങൾ ഉദയ്പൂരാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. ശരിക്കും ഇവിടുത്തെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ചീപ്പൊന്നുമല്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ്. അതിനനുസരിച്ച് അവർ പ്രൈസ് കുറച്ചിട്ടുമില്ല. അല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചീപ്പായിരിക്കും, പക്ഷെ അത്ര ചീപ്പല്ല. എന്നാലും നമുക്ക് ബാർഗെയിൻ നന്നായിട്ട് ചെയ്യാം. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസ നല്ല രീതിയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഇവിടെ ആയിരുന്നു എനിക്ക് പറ്റിയൊരു ട്വിസ്റ്റ്. കാരണം എനിക്ക് ഹിന്ദിയുടെ അക്ഷരമാല ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് കേട്ടാൽ മനസ്സിലാകുന്നല്ലാതെ സംസാരിക്കാൻ അറിയില്ല. ഞാൻ ആകെ 2 വാക്കുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ എന്തൊക്കെയോ ലാഭത്തിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അടേ ഭയ്യ ഏക്കിത്തിന, ഇത് രണ്ടും എനിക്കറിയുള്ളൂ. ഏക്കിത്തിന ബായി ആരെ കണ്ടാലും ഇതന്നെ. എന്നിട്ട് ഏതോ ഒരു ചേട്ടൻ പറഞ്ഞു എന്നെ ബായിന്ന് വിളിക്കണ്ട, എന്നെ ബായിന്ന് വിളിക്കുക. എനിക്ക് കേട്ടാൽ മനസ്സിലാവുന്ന വെച്ച് ഞാൻ പറയാം. നിങ്ങൾ എന്താ എന്നെ ബായിന്നൊക്കെ വിളിക്കുന്നതൊക്കെ പറഞ്ഞു. അവിടെ ഉദയ്പൂര് നമ്മൾ പോയത് ഹത്തിപ്പോള മാർക്കറ്റിലായിരുന്നു. എനിക്ക് അവിടെ ഏറ്റവും ഇവിടെ ഷോപ്പ് ചെയ്തതിൽ എനിക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് നല്ല ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കടയുടെ വാതിക്കൽ കൂടെ പോയപ്പോൾ കടക്കാരൻ ചേട്ടൻ എന്നെ വിളിച്ച് വെത്തി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചാണ്. ഇതാണ് സാധനം. എനിക്ക് വളം ഭയങ്കര ഇഷ്ടമാണ്. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അറിയാലോ, രാജസ്ഥാനി വളമൊക്കെ ഭയങ്കര ഭംഗിയാണ്. എല്ലാം ഒന്നിനൊന്നിനും വെച്ച്. എന്നാലും എനിക്ക് അത്രയും എൻ്റെ കണ്ണിൽ ഉടക്കുന്നത് മാത്രമേ വാങ്ങൂ ഞാൻ അങ്ങനെ തീരുമാനിച്ചായിരുന്നു. ഇങ്ങനെ കുറേ നോക്കിയതിന് ശേഷം കണ്ടു, എനിക്കപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ ഞാൻ ഒരുപാട് ഓപ്ഷൻസിനൊന്നും നിന്നില്ല, വാങ്ങി. ഇത് പുള്ളി അത്യാവശ്യം നല്ല പൈസ പറഞ്ഞു. ഇതെല്ലാം കൂടെ ഞാനൊരു 250 250-നാണ് വാങ്ങിയത്. ഞാൻ പറഞ്ഞു വെറുതെ ഞാൻ വഴി കൂടെ പോയതല്ലേ, നല്ല വിളിച്ച് തന്നെ വാങ്ങിപ്പിച്ച്. അപ്പം കുറയ്ക്കാനൊക്കെ എൻ്റെതായ മലയാള ഭാഷയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ പുള്ളി എനിക്ക് കുറിച്ചത്. പക്ഷേ 250 റുപ്പീസിൽ ഇതെനിക്ക് ഫെയറായിട്ട് തോന്നി. അത്യാവശ്യം നല്ല ഭംഗിയുള്ള വളയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും എനിക്ക് വാങ്ങിയതല്ല, എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും വേണ്ടി മാത്രം വാങ്ങിയതാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം. അടുത്തത് അവിടുന്ന് തന്നെ എൻ്റെ അമ്മയ്ക്ക് അമ്മ പറഞ്ഞിട്ട് അമ്മയുടെ ഒരേ ഒരു കണ്ടീഷൻ, അമ്മയ്ക്ക് കുറച്ച് തിളങ്ങുന്നത് വേണം, അമ്മയ്ക്ക് കുറച്ച് വലിയ ഭാഗം വേണമായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. ഇങ്ങനെ ഒരു വലിയ ബാഗാണ് ഇത്. അത്യാവശ്യം നല്ല ബാഗാണ് ഇത്. അമ്മയ്ക്ക് ഡെയിലി വെയറിനൊന്നുമല്ല. അമ്മയുടേതായ കുറേ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഇങ്ങനെ ഭാഗവതം അതൊക്കെ വായിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വലിയ ബാഗ് വേണമെന്ന് പറയുന്നു. എനിക്കിഷ്ടമായി. അതിന് പറ്റിയൊരു നല്ല ഭാഗമായിട്ട് തോന്നി. ഞാൻ നമുക്ക് വാങ്ങിയില്ല. ഇതിനൊരു 250 ആയിരുന്നു. ഇതിന് ബാർഗെയിനിങ്ങിലൂടെ 350 എന്നാണ് അവർ പറയുന്നത്. 250 വാങ്ങി. അതുപോലെ തന്നെ വാങ്ങിയ വേറെ ഒരു ബാഗാണ് ഇത് ജസ്റ്റ് 150 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊരു സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. അതിന് നല്ല ഭംഗിയായിട്ട് തോന്നി. ഒരു റോയൽ ലുക്കൊക്കെ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ എനിക്കിഷ്ടമായത് വീണ്ടും ഞാൻ 2 വള വാങ്ങിയിരുന്നു. ഇത് ഞാൻ വാങ്ങിയത് ജയ്സൽമീറിനായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് രണ്ടിനും കൂടെ 180 റുപ്പീസാണ്. ഇങ്ങനെയുള്ള ഇടണ്ട കേട്ടോ, ഏകദേശം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി.
ഇത് രണ്ടും കൂടെ 180 റുപ്പീസ്. പിന്നെ വാങ്ങിയൊരു ബാഗാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാഗാണ്. ഇത് ഞാൻ ചേച്ചിമാർക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇതിന് 280 റുപ്പീസാണ്. ഇതിലങ്ങനെയൊന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലിപ്സ്റ്റിക്, ലിപ് ബാം അങ്ങനെ എന്തെങ്കിലും കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾ മാത്രമേ ക്യാരി ചെയ്യാം. ഓവറോവർ ഇതൊരു നമുക്കൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാത്തിനും ഒരു ആ ഒരു രാജസ്ഥാനി വൈബ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ ഞാൻ ഒരു അത്തർ വാങ്ങിയിരുന്നു. ഈ ഒരു കുഞ്ഞു ബോട്ടിൽ നിന്ന് തന്നെ അവർ 300 പറഞ്ഞു. 450 ആണ് പറഞ്ഞത്. ഞാൻ 300 വാങ്ങി. ഇത് സാൻഡലിൻ്റെ ഒരു മണമാണ്. ഭയങ്കര ഇഷ്ടമായി. നല്ല മണമാണ്. ഇത് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ പിന്നെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ഷൂവും അതുപോലെ തന്നെ ഈ ഒരു ഷൂ. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് രണ്ടിനും കൂടെ ഒരു 800 റുപ്പീസായിരുന്നു. എനിക്ക് ഫെയർ പ്രൈസ് ആയിട്ട് തോന്നി. കാരണം ഇതേ സാധനം തന്നെ ഞാൻ ഇത് ഉദയ്പൂരിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഇത് ഞാൻ പോയി ജോധ്പൂരും കണ്ടു, ജയ്സൽമീറും കണ്ടു. ഇത് രണ്ടും അവിടെ പോയി ഞാൻ വെറുതെ പ്രൈസ് ചോദിച്ചപ്പോൾ അവർ ഇതിന് മാത്രമായിട്ട് 800 റുപ്പീസാണ് പറഞ്ഞത്. എനിക്ക് രണ്ടും കൂടെ 800 വാങ്ങിയിരുന്നു ഉദയ്പൂരിൽ നിന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സുവനീറാണ് ഇത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുത്തെ ഏതൊരു ചേട്ടനാണ് സെൻ്റർ ഒപ്പ് നിൽക്കുന്ന ചേട്ടൻ. ഇതിന് 200 ആയിരുന്നു. നമുക്ക് ഒരു ഡെക്കറേഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ വാങ്ങിയതാണ് ഈ സാരി. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഇത് ഞാൻ എൻ്റെ അമ്മയെ കാണിച്ചാൽ അമ്മ ചിലപ്പോൾ പറയും പഴംപൊടി വാങ്ങിക്കൊണ്ട് വന്നതെന്നൊക്കെ. കാരണം ഈ മെറ്റീരിയൽ അങ്ങനത്തെ ഒരു ടൈപ്പാണ്, ചുന്തിരി ടൈപ്പാണ്. ഞാൻ എൻ്റെ ചേച്ചിമാർക്ക് വാങ്ങിയതാണ്. അവർക്കിത് കൊടുക്കും. ഇതൊരു 500 റുപ്പീസിന് എനിക്കിത് കിട്ടി. ഇത് പിന്നെ ഞാൻ അമ്മയ്ക്ക് വാങ്ങിയ ഒരു ടോപ്പാണ്. ഇതവിടുത്തെ രാജസ്ഥാനി പ്രിൻ്റാണ്. ഇതിന് എന്തോ ഒരു പേര് അവർ പറഞ്ഞിരുന്നു, എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഇതെനിക്ക് 400 റുപ്പീസിനാണ് കിട്ടിയത്. പിന്നെ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സ് വാങ്ങി. അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കൊരു പേഴ്സ് വാങ്ങിക്കൊണ്ട് വന്നാൽ മതിയെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഇത് ഒറിജിനൽ ലെതർ എന്നൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത്. അറിയില്ല, 200 റുപ്പീസായി വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയത് ഇതിന് പറയുന്നത് പശ്മിന ഷോൾ എന്നാണ്. അറിയാവുന്നവരുണ്ടാവും. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ വർക്ക്സ്. ഇതും ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ഇങ്ങനെ സാരിയൊക്കെ ഉടുത്തിട്ട് എനിക്കിടാൻ നല്ല ഭംഗിയായിരിക്കും. ദീപിക പദുക്കോണൊക്കെ ഫോട്ടോഷൂട്ടിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് അത്യാവശ്യം പ്രൈസിയാണ്. ഇതിന് 1800 ആയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് വർത്തായിട്ട് തോന്നി. വാങ്ങിയത് ഇങ്ങനെ ഇത് മൾട്ടി പർപ്പസാണ്. നമുക്ക് മാറ്റായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടേബിളിൽ വിൽക്കാം, പിന്നെ ഭിത്തിയിൽ ഒട്ടിക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഇത് രണ്ടും കൂടെ 300 റുപ്പീസ്. 300 കിട്ടി. പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ പേര് നമുക്ക് ഇത് 400 ആയി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ ഒന്നും എനിക്കത്ര റിഗ്രറ്റ് തോന്നിയില്ല വാങ്ങിയതിന് ശേഷം. എല്ലാം ഇപ്പോഴും എനിക്ക് സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ട്. എല്ലാ ഗിഫ്റ്റും വാങ്ങിയ ഓരോ സാധനങ്ങളും ഭയങ്കര സ്പെഷ്യലാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ ഇഷ്ടമാവുന്നതല്ലേ വാങ്ങും. അപ്പോൾ കാണാം. സീ യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.